കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിലെത്തണമെന്നും വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമത്തിൽ മറുപടി പറയണമെന്നും ആവശ്യപ്പെട്ട് പാർലമെന്റിൽ നിന്നും പ്രതിപക്ഷ പ്രതിഷേധം. അമിത്ഷാ എവിടെയെന്ന് പ്രതിപക്ഷം. പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ 2 മണി വരെ നിർത്തിവെച്ചു. അയോധ്യ രാമക്ഷേത്ര കൊള്ളയിൽ രാജ്യസഭയും പ്രക്ഷുബ്ധമായി. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും. വിഷ്ണു, നിലവിൽ ഈ വിഷയമുണ്ടായിട്ട് ദിവസങ്ങളായിട്ടും അമിത്ഷാ ഇതുവരെ സഭയിലെത്തിയിട്ടില്ല. ഈ കേസെടുത്ത വിദ്യാർത്ഥികൾ അവരുടെ കേസുകൾ പിൻവലിക്കാമെന്നായിരുന്നു അന്ന് നൽകിയ ധാരണയിൽ പറഞ്ഞ കാര്യം. പക്ഷേ പിന്നീട് നിലപാട് മാറ്റി. കോടതി പറയുന്നത് പോലെ ചെയ്യാം. പക്ഷേ ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞു ഈ കേസുകൾ പിൻവലിക്കുന്നതിന് സർക്കാരിന് നിലപാടെടുക്കാം. വീണ്ടും വെട്ടിലായിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അമിത്ഷാ എവിടെ? രാജ്യവും ചോദിക്കുന്നത് അത് തന്നെയാണ്. തീർച്ചയായിട്ടും വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇന്ന് ഇരു സഭകളിലും കാണാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ അമിത്ഷാ ഇതുവരെ സഭയിലെത്താൻ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ മാസം 20-ാം തീയതിയാണ് പാർലമെന്റ് വർഷകാല സമ്മേളനം ആരംഭിച്ചത്. പക്ഷെ അന്നു മുതൽ ഇന്ന് വരെ അമിത്ഷാ സഭയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കെതിരെ നടന്ന അതിക്രമത്തിൽ അമിത്ഷാ മറുപടി പറയണമെന്ന ഒരു ആവശ്യം ശക്തമാക്കി തന്നെയാണ് വലിയ പ്രതിഷേധമെന്ന് പാർലമെന്റിനകത്തും പുറത്തും ഈ പ്രതിപക്ഷം നടത്തിയത്. എന്തായാലും ലോക്സഭ 2 മണി വരെയാണ് ഈ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ചത്. രാജ്യസഭയിലും വലിയ തരത്തിലുള്ള ഭരണ പ്രതിപക്ഷ വാക്കുതർക്കത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തിയിരുന്നു. ഇന്ന് രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെ അയോധ്യ രാമക്ഷേത്ര കൊള്ള ഉയർത്തിക്കാട്ടുകയും ഈ വിഷയത്തിൽ ഒരു അന്വേഷണം, ഉന്നതതല അന്വേഷണം വേണമെന്ന ആവശ്യം, അതോടൊപ്പം തന്നെ BJP ഇത്രയും നാൾ രാമന്റെ പേരിൽ ആളുകളെ പറ്റിക്കുകയായിരുന്നു. അത്തരത്തിൽ ഉള്ള BJP ജനങ്ങളോട് മാപ്പ് പറയണമെന്നതടക്കമുള്ള ആവശ്യം പ്രതിപക്ഷം ശക്തമായി തന്നെ സഭയിൽ മുന്നോട്ട് വെച്ചു. അതേസമയം പ്രതിപക്ഷമാണ് രാമനെ അധിക്ഷേപിക്കുന്നത്, അവഹേളിക്കുന്നത് പ്രതിപക്ഷമാണ്. പ്രതിപക്ഷം രാജ്യത്തോട് മാപ്പ് പറയണമെന്ന ആവശ്യവുമായി ഭരണപക്ഷം രംഗത്ത് വന്നു. അത്തരത്തിൽ ഇരുപക്ഷവും നടുത്തളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് രാജ്യസഭയിൽ ഉണ്ടായത്. അത്തരത്തിൽ വലിയ തലത്തിലൊരു പ്രതിഷേധത്തിലേക്ക് പോയി. അതോടൊപ്പം തന്നെ DMK MPമാരും സ്റ്റാലിന്റെ അറസ്റ്റിനെ കസ്റ്റഡിയിലെടുത്തതിനെ തുടർന്നാണ് DMKയുടെ ഭാഗത്തു നിന്നും രാജ്യസഭയിൽ എന്തായാലും ഒരു പ്രതിഷേധം അരങ്ങേറിയത്. നിലവിൽ വലിയ തോതിലുള്ള ഭരണ പ്രതിപക്ഷ വാക്കുതർക്കത്തെ തുടർന്ന് രാജ്യസഭ 12 മണി വരെ നിർത്തിവെച്ചിട്ടുണ്ട്. സിജു, ഏതായാലും വിഷ്ണു, ഓരോ ദിവസവും വരുന്ന വാർത്തകൾ BJPയെ സംബന്ധിച്ച് അത്ര ഗുണകരവും സുഖകരവുമല്ല. കഴിഞ്ഞ ദിവസം തന്നെയാണ് ബങ്കിപ്പൂരിൽ BJPക്ക് 35 വർഷം കയ്യിൽ വെച്ചിരുന്ന സീറ്റ് നഷ്ടമായ ഒരു സാഹചര്യം. നിലയിൽ അയോധ്യ ക്ഷേത്രക്കൊള്ളയുമായി ബന്ധപ്പെട്ട് BJP സംഘപരിവാർ RSS ആകെ നാണം കെട്ട് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ജൻസികളുടെ സമരത്തിന് മുന്നിൽ നാണം കെട്ടുപോയ, അതോടൊപ്പം തന്നെ ഇന്നലെ തന്നെയാണ് മറ്റൊരു ചോദ്യം അഭിജിത് ദീപ്കെ ചോദിച്ചത്. എൻ്റെ സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഞാൻ കാണിക്കാം, നരേന്ദ്രമോദിയുടെ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ചോദിച്ചു. ആ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയുന്നില്ല. ഒരു സിനിമയിൽ പറഞ്ഞ പോലെ ഇത്ര ചീപ്പായിരുന്നു ബേബി എന്ന് പറയുന്ന പോലെ ഇത്ര ഭീരുവായിരുന്നു അമിത്ഷാ, 56-കാരൻ്റെ സുഹൃത്ത്. എവിടെ അമിത്ഷാ എന്നുള്ള ചോദ്യം രാജ്യസഭയിലും ലോക്സഭയിലും മാത്രമല്ല രാജ്യത്തെ ജനങ്ങൾ ആകെ ചോദിക്കുകയാണ്. ഏതായാലും തിരിച്ചടികളുടെ തുടക്കമായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാ പ്രശ്നത്തിലും എല്ലാ വിഷയങ്ങളിലും നാണം കെട്ട് അമ്പയെ പരാജയപ്പെട്ട് നിൽക്കുകയാണ് BJP മോദി സർക്കാർ, സംഘപരിവാർ ഭരണകൂടം. തീർച്ചയായും. കാരണം നാളിതുവരെ ഇല്ലാത്ത പ്രതിരോധത്തിലൂടെയാണ് ഇത്തവണത്തെ വർഷകാല സമ്മേളനം വലിയൊരു BJP അഭിമുഖീകരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി പറഞ്ഞു വെക്കാൻ കഴിയും. കാരണം നിരവധി വിഷയങ്ങളാണ്. അയോധ്യ രാമക്ഷേത്ര കൊള്ള അതുയർത്തി വലിയ പ്രതിഷേധം നടക്കുന്നു. അതിൽ സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയാണ് വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്നത്. ആ സാഹചര്യത്തിൽ തന്നെയാണ് BJP വിദ്യാർത്ഥി പ്രതിഷേധം വരുന്നു. ആ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് മുന്നിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് തന്നെ രാജിവെക്കേണ്ടി വരുന്നു. അപ്പോൾ ഇതിലെല്ലാം തന്നെ വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്ന ആ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ബീഹാറിൽ നിന്ന് ബങ്കിപ്പൂർ സീറ്റ് പോലും BJPക്ക് നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എല്ലാ അർത്ഥത്തിലും എല്ലാ വിധേനയും BJP ഏറ്റവും വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു പാർലമെന്റ് സഭാ സമ്മേളനം എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഈ സമ്മേളനത്തിൽ സഭയിലെത്താൻ അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇതുവരെ തയ്യാറായിട്ടില്ല. നിരവധി ചോദ്യങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നത്. അതിൽ തന്നെ വിദ്യാർത്ഥികൾക്കെതിരെ തോക്കുപയോഗിക്കാൻ പോലീസിനടക്കം ആരാണ് നിർദ്ദേശം നൽകിയത്, ഇതിൽ അമിത്ഷാ മറുപടി പറയണമെന്നതുൾപ്പെടെ നിരവധി ചോദ്യങ്ങൾക്ക് അമിത്ഷാ സഭയിലെത്തുമ്പോൾ മറുപടി പറയേണ്ടി വരുന്നതിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ഒരു ബില്ല് അവതരിപ്പിച്ചിരുന്നു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലാണ്. ആ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കേണ്ടിയിരുന്നത് അമിത്ഷായാണ്. പക്ഷെ അമിത്ഷാ ആ ബില്ല് അവതരിപ്പിക്കാൻ പോലും ലോക്സഭയിൽ വന്നില്ല. അമിത്ഷാ
അമിത്ഷായ്ക്ക് പകരം സഹമന്ത്രി നിത്യാനന്ദ റായ് ആയിരുന്നു ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ചത്. എന്തായാലും ഇന്ന് രാജ്യസഭയിലും ഈ ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ രാജ്യസഭയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലും പറഞ്ഞിരിക്കുന്നത്, രാജ്യസഭാ ബുള്ളറ്റിനിൽ പറഞ്ഞിരിക്കുന്നത് അമിത്ഷായാണ് ബില്ല് അവതരിപ്പിക്കുക എന്നതാണ്. പക്ഷേ ഇന്നും അമിത്ഷാ രാജ്യസഭയിൽ എത്താൻ സാധ്യതയില്ല. അത്തരത്തിൽ അമിത്ഷാ ബില്ല് അവതരണത്തിന് എത്താതിരിക്കുകയാണെങ്കിൽ സഹമന്ത്രി തന്നെ ബില്ല് അവതരിപ്പിക്കേണ്ടി വരും. അത്തരത്തിൽ ബില്ല് അവതരിപ്പിക്കാൻ പോലും സഭയിലെത്താൻ കഴിയാത്ത തലത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് അമിത്ഷാ. ശരി, വിഷ്ണു തലവൂരാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുക.